ചെയ്യാത്ത ഒരു പാപമെങ്കിലും ഉണ്ടോ ഇസ്ലാം കൂട്ടുകാരെ എന്നാ ചോദ്യം. അതില് ഇപ്പൊ മൂന്നാമത്തെ ചോദ്യം തോന്നുന്നത് 03 എഴുതിന് കുഴപ്പമില്ല. പാപം എന്നുള്ളത് ഒരു തരത്തിൽ ആപേക്ഷികാണ്. ഒരു പക്ഷെ നീ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ നമ്മൾ എന്തോ അർത്ഥത്തിൽ പിന്നെ എന്തെങ്കിലും സ്വാധീനത്താൽ നമ്മൾ വെറുക്കപ്പെട്ട ആളുകൾ ചെയ്തതെല്ലാം പാപമാണെന്ന് ഒരാൾ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നമ്മൾ അത് പുണ്യമാണെന്ന് പറഞ്ഞാലും അവർക്ക് പാപമായിരിക്കും. ഒരു തരത്തിൽ ആപേക്ഷികം, സത്യത്തിൽ ആപേക്ഷികല്ല അതിന്റെ, പക്ഷെ ആപേക്ഷികമാണത് പാപം എന്ന് പറയുന്നതും. അപ്പൊ നമുക്ക് വെറുപ്പുള്ള, നമുക്ക് വിരോധമുള്ള ആളുകൾ പുണ്യപ്രവൃത്തി ചെയ്താലും അത് പാപമായിട്ട് വ്യാഖ്യാനിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ ചെയ്യാത്തൊരു പാപമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഈ വെറുപ്പും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിദ്വേഷമൊക്കെ അതിൽ അന്തർലീനാണ്. അത് വരികൾക്കിടയിൽ വായിക്കണം എന്നില്ല, അത് പ്ലെയിൻ ആയിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ചോദ്യം വളരെ അപകടം പിടിച്ച ചോദ്യമാണെങ്കിലും ഉത്തരം സിമ്പിൾ ആണ്. പ്രവാചകൻ ചെയ്യാത്ത പാപം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മനുഷ്യനാണ്. നമ്മളറിയാം പ്രവാചകൻ മനുഷ്യരിൽ നിന്നും വന്നിട്ടുള്ള മൗസൂമായിട്ടുള്ള അല്ലെങ്കിൽ പാപം ചെയ്യാൻ പ്രവാചകന്മാരിൽ തന്നെ എന്താ പറയാ മൗസൂമികൾ എന്ന് പറയും. അതായത് ദൈവികമായിട്ടുള്ള സംരക്ഷണത്തിൽ നിന്ന് അങ്ങനെ, അതുകൊണ്ടാണ് പ്രവാചകന്മാരായത്. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, അങ്ങനെ വന്ന ആളുകളാണ്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരമെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിൽ ഒരു തരത്തിലുള്ള വെറുപ്പിന്റെ ഒക്കെ അംശലേശങ്ങൾ ഉള്ളതുകൊണ്ട് എത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം. അതായത് പാപം ഒരു തരത്തിൽ ആപേക്ഷികാണ്. അതുകൊണ്ട് ആപേക്ഷിക ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിപ്തപ്പെടുത്തി ഉത്തരം പറഞ്ഞാലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഈ ഉത്തരം ഇതാണ്: പ്രവാചകൻ പാപം ചെയ്യുന്നില്ല. കാരണം മൗസൂമിങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അതൊരു ടെർമിനോളജി അല്ലെങ്കിൽ ഒരു സാങ്കേതിക പദമാണ്. പാപസുരക്ഷിതരാണ് അവർക്ക്. കാരണം പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവികമായിട്ടുള്ള അവർക്ക് ഇത് കിട്ടും. പക്ഷെ ഈ ഉത്തരത്തിൽ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തൃപ്തിപ്പെടുത്തണം ഈ ചോദ്യം ചോദിച്ചവരുടെ ഉദ്ദേശം അതാണെങ്കിൽ അതിന് നമുക്ക് നിർവാഹമല്ല എന്നുള്ളതാണ്. കാരണം അത് അപേക്ഷികാണ്. ഏതാണ് എന്റെ ഉത്തരം? സോജറ, ഞാൻ ചോദിച്ചോട്ടെ? അല്ല, ഒരു കാര്യം ഞാൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കാം, എന്തെങ്കിലും മനസ്സിലായോ? അല്ല, അതിലേക്ക് ഞാൻ വരുന്നത് ഈ ആപേക്ഷികം എന്നുള്ളത് താങ്കൾ എന്താ ഉദ്ദേശിച്ചേ? പാപം ആപേക്ഷികമാണല്ലോ. ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആപേക്ഷികം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശരിയാവണമെങ്കിലും അതായത് ഓരോ വ്യക്തികൾക്കനുസരിച്ചിട്ടുള്ള അതിന്റെ ഇത് മാറും. ഇപ്പൊ ഒരാൾക്ക് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണുന്നത് മറ്റൊരാൾക്ക് പാപമായിട്ട് തോന്നാം. അതാണ് ആപേക്ഷികം. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് ചെറിയ ആപേക്ഷികത ഉണ്ടാവും. ആപേക്ഷികത എന്തായാലും പറയാം. ഒരാൾക്ക് ഇപ്പോൾ ഒരു ടൈം, ഒരു മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യണത് എനിക്ക് പെട്ടെന്ന് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത പോലെ തോന്നും. പക്ഷെ മറ്റൊരാൾക്ക് ഒരു ദിവസം പോലെ തോന്നും. അതൊക്കെ ഒരു ആപേക്ഷിക. സത്യത്തിൽ ഒരു മണിക്കൂറാണ് രണ്ടുപേരും സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ ഒരു സംഗതി നോക്കി കാണുമ്പോൾ അത് ശരിയോ തെറ്റോ ആണെങ്കിലും ഒരാളെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കും, മറ്റൊരാൾക്ക് അത് ശരിയായിരിക്കും. അപ്പൊ ആ ഒരു ആപേക്ഷികത. ഓക്കെ, ഭയങ്കരം തന്നെ. മുഹമ്മദ് പാപം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നുള്ളത് എനിക്ക് അതെ, മനസ്സിലായില്ല. അല്ല, മനസ്സിലായതിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് അന്നേരം ഇപ്പൊ പാപം ചെയ്തിട്ടേ ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. പാപം ആപേക്ഷികമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോട് അത് പറഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നില്ല. കാരണം എന്താണ് പാപം? നിങ്ങളോടും ചോദിക്കണം, എന്താണ് പാപം? ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നതാണ് പാപം. അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് അതോടൊപ്പം തന്നെ ചോദിക്കണ്ടേ, എന്താണ് ദൈവഹിതം? ദൈവഹിതം വെച്ചാൽ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾക്ക് വിപരീതമായിട്ട് ചെയ്യുന്നതാണ് ദൈവഹിതമല്ലാത്തത്. അല്ല, സംഭവം എനിക്ക് പിടികിട്ടി, ഞാൻ പറഞ്ഞുതരാം. ശരിയാണ്, എന്നാ ശരി സംസാരിക്കാം. ഓക്കെ, ശരിയാണ്. ഒരു മിനിറ്റ് വേറെ ഞാൻ സംസാരിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. അല്ല, ഈ ദൈവഹിതം എന്ന് പറയുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾക്ക് വിപരീതമായിട്ട് ചെയ്യുന്നതിനെയാണ് ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. അന്നേരം എന്റെ ചോദ്യം, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും പ്രവൃത്തി മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഇതാണോ ദൈവഹിതത്തിൽ? അത് മാത്രമേ വരുന്നുള്ളൂ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞല്ലോ ദൈവഹിതത്തിനെ നിങ്ങൾ വ്യാഖ്യാനിച്ചു. ഈ വ്യാഖ്യാനം ആണ്, അതിലേക്ക് ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല എന്ന് ഈ പാനലിലുള്ള എല്ലാവരും സമ്മതിക്കോ? എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം അതാണ്, നിങ്ങളുടെ ദൈവഹിതം എന്ന വ്യാഖ്യാനത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുപോലെ
നിങ്ങളോട് യോജിപ്പുള്ളവരാണോ ഇതിൽ കൂടുതൽ വിയോജിപ്പുള്ളവരോ? അതിൽ നിങ്ങൾ ഈ പറഞ്ഞ ദൈവികതം എന്ന ഒരൊറ്റ അല്ല, കേസ് താങ്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന കാര്യം തന്നെയായിരിക്കുമോ? മുസ്ലിങ്ങൾ അത് പോയിട്ട് എന്റെ പിന്നെ വീട്ടുകാർ തന്നെ അംഗീകരിക്കണം എന്നില്ല. അത് മനുഷ്യനാകുമ്പോൾ ഇല്ല. അല്ല, സ്വാഭാവികമായിട്ടും അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാവും. അല്ല, എന്റെ നേരെ വരുമ്പോഴത്തേനും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. താങ്കളോട് ചോദിക്കുമ്പോഴത്തേക്കും പറയാം വീട്ടുകാർ പോലും അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, അത് ഇപ്പൊ ആ ഖുറാന്റെ അകത്ത് 47:19 പറയാണ്, നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും. ഇത് എന്ത് പാപമാണ്? ഈ പാപം ഇതെന്താണ് മുഹമ്മദ് ചെയ്തത്? ഇതാണോ നിങ്ങളെ പ്രശ്നം? ആ ആയത്താണോ നിങ്ങൾ അലട്ടുന്ന അതേന്നെ. പ്രശ്നം? ആ ആയത്ത് മാത്രമല്ല, കുറെ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. മുഹമ്മദ് പാപമോചനത്തിന് വേണ്ടി നിലവിളിച്ച ഹദീസുകളും ഉണ്ട്. അതാണ് നിങ്ങളെ പിന്നെ വല്ലാതെ കിന്നനാക്കിയത്, ഭയങ്കര അതെ, വിഷമത്തിലാക്കിയത്. മുഹമ്മദ് മഹാപാപിയാണെന്ന് തെളിയിച്ച അതാണ്. അതാ ഞാൻ പറയണത്. പാപം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിലൂടെ കാണുന്ന പാപം എന്റെ കണ്ണിലൂടെ പാപം ആവണമെന്നില്ല, ആവാതിരിക്കും, ശരി, ആവും എന്നാ ചെയ്യാം. താങ്കളുടെ കണ്ണിലൂടെ കാണുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. അല്ല, ഞാൻ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കഷൻ അതാണല്ലോ, പ്രവാചകൻ ചെയ്യാത്ത ഒരു പാപമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതെ. പറയുന്നത് ചെയ്തത് മുഴുവൻ പാപമാണ് എന്നുള്ള ധ്വനി അതിലുണ്ട് അല്ലേ? അല്ല, ധ്വനിയല്ല, ഉറപ്പാണ് പറയുന്നത്. ധ്വനി ആ എന്തിനാ വെക്കുന്നത്? അല്ല, മുഹമ്മദ് മഹാപാപിയാണെന്നാണ് ഉറപ്പിക്കുകയല്ലേ? ആ ഉറപ്പ് ആ. കുറിപ്പിന്റെ ഉറപ്പാണ്, നിങ്ങളെ ഉറപ്പാണ്. ഈ ആ, കുറിപ്പിന്റെ ഉറപ്പ് എല്ലാവർക്കും ഉറപ്പാവൂല. അതുപോലെ നിങ്ങളെ ഉറപ്പ് അതെല്ലാവരും ഞാൻ അങ്ങനെ ആവണം ഭാര്യ വിചാരിക്കരുത്. അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ല ഏർപ്പെടുന്ന പാപമാണോ അല്ലയോ? നിങ്ങൾക്ക് ഇപ്പൊ അതാണ് അതേ പറയണത്. നിങ്ങളുടെ വിഷയം എന്ന് ഞാൻ പറയുന്നത് ചോദിച്ചതിന് മറുപടി തരും. ഭാര്യ അല്ലാത്ത അല്ല ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പാപമാണോ അല്ലയോ? പക്ഷെ ഈ ചോദ്യത്തിന് ഒരു പാപമെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനർത്ഥം ആ, ചെയ്ത മുഴുവൻ. അപ്പൊ ഈ പറഞ്ഞ അത് ഒരുപാട് ചെയ്തത് കാര്യങ്ങൾ ഈ മുഴുവൻ ഈ മുഹമ്മദിന്റെ 63 പ്രവാചകത്വം തുടങ്ങിയതിന് ശേഷം മുഴുവനും പാപിയാണെന്നേ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. എന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് മഹാപാപിയാണ്. ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദ് ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണോ അല്ല, അല്ലയോ? പറ. എന്നിട്ട് നിങ്ങൾ നേരെ കടക്കുന്ന ഈ വിഷയത്തിലേക്കാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ അല്ല ചോദിക്കുന്ന ചോദ്യം മനസ്സിലായോ? നിങ്ങൾ ഇത് ഇന്നോ ഇന്നലെ അജിത് ബ്രദർ തുടങ്ങിയല്ല. ഒരു മിനിറ്റ്. നിങ്ങൾ ചോദിച്ച താല്പര്യമുള്ള ചോദ്യം വിഷയം മനസ്സിലായോ? ചോദ്യം മനസ്സിലായി. ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താ ഈ ഏതിലേക്കാണ് ഏത് ഇതെന്താ ഇനി റൂട്ടിലൂടെ അതിനുത്തരം കൊണ്ടുപോകാന്നുള്ളത് കൊടുക്കാതെ നമുക്കറിയാം. ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? ചോദ്യം എന്തായിരുന്നു? ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോ നിങ്ങൾ അതിലേക്കല്ല വന്നത്, ആ ചോദ്യം അജീഷ് ഉത്തരത്തിലല്ല ബ്രദർ വന്നത്. ചോദിച്ച ചോദ്യം നിങ്ങൾ എന്തായിരുന്നു? ഒന്ന് അടുത്ത റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഉപചോദ്യം പോലെ പിള്ളേരൊക്കെ നിങ്ങൾ അച്ചടിച്ചു വെച്ച അല്ല, നിങ്ങളിപ്പോ രണ്ടാമത് ഈ പോകുന്ന വിഷയം ഞാൻ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു അതിലൊരു 4-5 സുഹൃത്തെ, ഉപചോദ്യങ്ങൾ നിങ്ങൾ അത് ഈ കാടി ഇതിൽ കയറി പോകട്ടെ. കെട്ടിപ്പിണഞ്ഞ് നിങ്ങൾ കിടക്കും. ഈ കാടി കയറാതൊന്നും സമയമില്ലെന്ന് കെ പി കാട് കയറാനുള്ള വിഷയം ഞാൻ ഇത്ര ചോദിച്ചു. മുഹമ്മദ് ഇവിടെ ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് പറഞ്ഞ എന്താണ്? ഉത്തരത്തിൽ നിങ്ങൾക്ക് എന്താ മുഹമ്മദ് മനസ്സിലായി? ഞാൻ ചെയ്യാത്ത പറഞ്ഞ ഒരു ഉത്തരത്തിൽ നിങ്ങൾ വന്നില്ല. പാപമെങ്കിലും ഉണ്ടോ ഇസ്ലാമിൽ? അപ്പൊ അതെ, താങ്കൾ അത് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഉത്തരം പറഞ്ഞു. ഞാൻ ഉത്തരം പറഞ്ഞു ആ, അതിന്. അതിൽ നിങ്ങൾ എന്താ എന്താണ് പറഞ്ഞത്? ഉത്തരത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞ ഉത്തരം പറഞ്ഞു. ആ ആവേശികമായിട്ടുള്ള ഉത്തരം വാക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു. തന്നെയാണ് ചോദിക്കുന്നത്. മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ ചോദിക്കണം. താങ്കൾ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ എന്റെ ചോദ്യം, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഞാൻ മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു മനുഷ്യ പ്രവാചകനാണ്. മനുഷ്യനായിട്ട് ആ, മനുഷ്യനായി വന്ന് പിന്നെ പ്രവാചകത്വം ലഭിച്ച വ്യക്തിയാണ്. ആ. എന്ന് ഇരുന്നാൽ പോലും അജിത് ബ്രദറെ ഒരു വാക്ക് പറയട്ടെ. പ്രവാചകന്മാർ എന്ന് പറയുന്നത് അജിത് ബ്രദറെ പ്രവചനം ഒരു കഴിഞ്ഞ ചോദിച്ചാ ഇടപെടല്ലേ? അല്ല ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഒരു വാക്ക് അച്ഛാ ഇപ്പൊ ഒന്നും പറയണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട, അത് കഴിഞ്ഞിട്ട് വേറെ ആരും പറഞ്ഞോളൂ. അല്ലല്ല വേറെ ആരും മൈക്കെടുക്കണ്ട. സോൾജാർ ബ്രദർ അത് നിയന്ത്രിച്ചോളൂ. ആര് പറയുന്ന മൈക്കെടുക്കണമെന്ന് സോൾജാർ ബ്രദർ പറയും. അത് അതിനപ്പുറം ഒരൊറ്റ തീരുമാനിച്ച ആൾ നമുക്ക് നമ്മുടെ ഈ ചർച്ച പോകും. നിങ്ങൾ ഇതിലെ ബ്രദർ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ അത് ആദ്യം ഏതൊക്കെ ബ്രദർ ഉള്ളത് ഉറപ്പ് വരുത്തിയിട്ട് സംസാരിക്കും. ബോസേ, നിങ്ങൾ ആരൊക്കെ ഉള്ളത് ആ പാനലൊക്കെ ഒന്ന് ആരൊക്കെ ഉണ്ടോ? നിങ്ങൾ പേടിച്ചോ? ഞങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾക്ക് അറിയാം, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ എല്ലാവരും വ്യക്തിപരമായിട്ട് അല്ല കെ പി വ്യക്തിപരമായിട്ട് ഇല്ല, ആരും പേടിക്കുന്നില്ല. എന്താ കാരണം ഞങ്ങൾ ആരും അരക്ക് ബോംബ് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. കെ പിയോട് ഞാൻ ചോദിച്ചത്, കെ പി പറഞ്ഞ ഉത്തരം പ്രകാരമാണ് ഞാൻ ചോദിക്കുന്നത്. കെ പി മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയൂ. ഈ പ്രസ്താവന പറഞ്ഞല്ലോ ബോംബ് കെട്ടിട്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ മുൻവിധി എന്ന് പറയുന്നത് ഇതുപോലെ മുസ്ലിം പേരുള്ള ആളുകളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. അപ്പൊ അതുകൊണ്ട് അല്ല, ഞാൻ അവിടെ ഒരാൾ പറഞ്ഞു ഇത് ബ്രദർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു, അതുകൊണ്ട് പറയണാണ്, പോട്ടെ. എല്ലാരും ഉണ്ട്. അപ്പൊ പറഞ്ഞു മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ? മനുഷ്യ സഹജമായിട്ടുള്ള പാപം ചെയ്തിട്ടില്ല. പാപം അതാ ഞാൻ ചോദിച്ചത്. പാപം ചെയ്യാൻ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു എന്ത് പാപമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഈ പറഞ്ഞു. അങ്ങനെ ഒരാളുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളൊരു പിന്നെ താങ്കളും അംഗീകരിച്ചു. ഇല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞത് മുഹമ്മദ് ജീവിതത്തിൽ പാപമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞു ഇനി ഞാനുമായിട്ട് സംസാരിക്കണം, കാരണം ഞാൻ പറഞ്ഞതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് അർത്ഥം. അല്ലാന്നുണ്ടെ താങ്കൾ റിപ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവില്ല. അതായത് ഒരു കുടം അല്ലെങ്കിൽ കലം കമിഴ്ത്തി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? അതിൽ വെള്ളം കയറുന്നില്ല എന്ന് വിലപിച്ചിട്ട് കാര്യമുണ്ടോ?
അല്ല അതിൽ ഒരു കാര്യമുണ്ട്. കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാരണം നല്ല ചെറിയ ചീരയുണ്ടല്ലോ, ചീരക്കൊക്കെ ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെ അറിയാം? കുടം കമത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയോ? കുത്തി പോയി വെള്ളം വീണിട്ട് അതിന്റെ മൂട് പറയാതിരിക്കാൻ. അങ്ങനെ ഉപകാരം കുടത്തിനുണ്ടെന്നേ. അതുകൊണ്ട് കെ പിയോട് ഞാൻ ചോദിച്ചതിന് മറുപടി, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അതുകൊണ്ട് ചീരയ്ക്ക് വെള്ളം കിട്ടുള്ളൂ. കലത്തിൽ വെള്ളം കയറിയില്ല. കലത്തിലേക്ക് വെള്ളം ഒഴിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞ, ചീരയ്ക്ക് വെള്ളം കിട്ടാൻ വേണ്ടി കുടവും കൊണ്ട് അങ്ങനെ ഉപയോഗമുണ്ട്. ഇപ്പൊ കെ പിയോട് ഞാൻ ചോദിച്ചതിന് മറുപടി, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇവിടെയും നിങ്ങളുടെ തലയിലേക്ക് വെള്ളം കയറൂലെങ്കിലും അല്ലെങ്കിൽ ഈ ആശയം കയറൂലെങ്കിലും അതിൽ നിന്നും ചിതറി ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം എന്ന് നമ്മൾ അത് തന്നെ. ആ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് കെ പിയോട് ഞാൻ ചോദിക്കുന്നത്. കെ പി ഒന്ന് പറഞ്ഞേ, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ പാപ സുരക്ഷിതത്വൻ, അത് മസൂം എന്ന് പറയുന്ന ഒരു ടേമിലാണ് നമ്മൾ കാണുന്നത്. അതായത് പിന്നെ പ്രവാചകൻ പിന്നെ മനുഷ്യ സഹജമായിട്ടുള്ള പാപമല്ല, മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ ചെയ്തിട്ടില്ല. പാപങ്ങൾ ചെയ്തിട്ടില്ല. എന്താണ് ഇസ്ലാമിലെ പാപങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറഞ്ഞു കെ പി. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം നിങ്ങൾ തൃപ്തിയായോ? ഇല്ല. കാരണം താങ്കൾ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചത്. താങ്കൾ എന്നോട് ചോദിച്ചല്ലോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്താ പാപം എന്ന്. ഞാൻ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കാണ്. കെ പി എന്ന് പറയും ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് എന്താണ് പാപം? അപ്പൊ പിന്നെ അതിൽ തന്നെ ഈ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ഇസ്ലാം ഖുറാനും ഹദീസുകളും ഇസ്ലാം മുഹമ്മദിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമായ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് പാപം? അതൊന്ന് പറ. ഓക്കെ, അത് മനസ്സിലായി. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയോളജിയാണ്, ഒരു ദർശനാണ്. അതിനെ ഞാൻ വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതും നിങ്ങൾ മനസ്സിലാക്കിയതും എല്ലാവർക്കും തുറന്ന പുസ്തകമാണ്, എല്ലാവർക്കും വായിച്ചത്. അതിൽ വ്യത്യസ്തത ഉണ്ടാവും. വ്യത്യസ്തത ഉണ്ടാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഏത് ആശയമായാലും ഒരു ഐഡിയോളജി എന്നല്ല, കമ്മ്യൂണിസ്റ്റ് ആണ് ഇസ്ലാമിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു ഐഡിയോളജി. വിശ്വാസപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഐഡിയോളജി എന്നുള്ളത് കയ്യിൽ മറ്റുള്ളതൊക്കെ പുരോഹിതന്മാരും പൗരോഹിത്യം കഴിഞ്ഞ കാർന്ന് തിന്നു, അതിനെ നശിപ്പിച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടം ഉണ്ട്. എന്നാലും അത് പിന്നെ ദുര്യോഗം, അതായത് ചരിത്രത്തിന്റെ ഒരു നിയോഗമായിരിക്കും, പോട്ടെ. അപ്പൊ ഈ ഒരു ഐഡിയോളജി എന്നുള്ളതിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോ ഞാൻ ഇപ്പോ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചാലും മറ്റൊരാൾ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചാലും അത് ഏത് ദർശനത്തെ ആയാലും വ്യാഖ്യാനിക്കുമ്പോ എന്റെ പരിമിതി അതില് പ്രകടമായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു പരിമിതി വെച്ച് പറഞ്ഞാൽ മതി. ഇസ്ലാമിൽ എന്താണ് പാപം? അതെ ഞാൻ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ ഒറ്റവാക്കായിട്ട് മാറൂല. കാരണം വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ എന്റെ ബോധ്യങ്ങളാണ് ഞങ്ങളോട് പറയാം. ഇപ്പൊ ഒരു ആള് നിങ്ങളോട് ഇപ്പൊ കടൽ എന്താന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഈ അച്ഛൻ കുഞ്ഞിനോട് സാറോട് ചോദിച്ചു, അല്ലെങ്കിൽ ബാറോ ആരാണത് ബോബി ചേട്ടനോട് ആരുണ്ടെങ്കിലും കടലിനെ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂര്യനെ പറ്റിയൊക്കെ ചോദിച്ച് അവർ വർണ്ണിച്ചാൽ അത് ഓരോരുത്തർ വർണ്ണിക്കുമ്പോഴും അതിൽ ചെറിയ അല്ലറ ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ശരിയായിരിക്കും. അതായത് ബേസിക്കലി മാറ്റം ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ പാപം എന്താണെന്നൊന്ന് പറഞ്ഞ കെ പി. അതേ പറഞ്ഞത്. ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ ഇത് തുറന്ന പുസ്തകമായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ തുറന്ന പുസ്തകത്തിൽ നിന്ന് തുറന്നു വെച്ചിരിക്കുന്നിടത്തൊന്ന് പറഞ്ഞു ഇസ്ലാമിലെ പാപം എന്താണെന്ന് പറഞ്ഞു. പാപത്തിന്റെ ഇസ്ലാമിന്റെ വാക്കിൽ തന്നെ അതുണ്ട്. മഅറൂഫ് മുൻകർ എന്ന് പറയും. മുൻകർ എന്ന് പറഞ്ഞത് മഅറൂഫ് എന്ന നന്മ, മുൻകർ എന്ന് പറഞ്ഞാൽ അത് തിന്മ എന്നാണ്. തിന്മ എന്ന് പറഞ്ഞാൽ മുൻകർ. ഇസ്ലാമിലെ എന്താണ് തിന്മ അതൊന്ന് പറഞ്ഞു. അത് പിന്നെ മുൻകർ മഅറൂഫ് അതിന്റെ മാന അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ വ്യാഖ്യാനം നോക്കിയാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ, സിമ്പിൾ. അത് പറയുന്നേ ഇസ്ലാമിൽ എന്താണ് പാപം എന്ന് പറ. ഇസ്ലാമിൽ എന്താണ് പാപം? ഇസ്ലാമിലെന്നല്ല, മനുഷ്യകുലത്തിന് എന്താണോ പാപം അതൊക്കെ ഇസ്ലാമിൽ. താങ്കളിപ്പോ മനുഷ്യകുലം അവിടെ നിൽക്കട്ടെ, ഞാൻ ഇസ്ലാമിനെ പറ്റി അറിയാൻ വേണ്ടി ഇസ്ലാമിൽ എന്താണ് പാപം? ഇസ്ലാം അഡ്രസ് ചെയ്യുന്നത്, ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരെയാണ്, മനുഷ്യകുലത്തെയാണ്. മനുഷ്യർ കുലത്തിൽ എന്താണ് ഇസ്ലാം വെച്ചിരിക്കുന്ന പാപം? മനുഷ്യർക്ക് വേണ്ടി എന്താണ് ഇസ്ലാം വെച്ചിരിക്കുന്ന പാപം? അല്ല, ഞാനേ സാന്ദർഭികമായിട്ട് പറയാണ്. ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ജിന്ന് വർഗത്തോടും ഉണ്ട്, ഇവിടെ അത്ര പ്രസക്തമല്ല. അത് ജിന്നിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജിന്നിനെ അങ്ങോട്ട് മാറ്റി പാവപ്പെട്ടവർ അങ്ങോട്ട് പോട്ടെ. നമുക്ക് ഈ മനുഷ്യകുലത്തിന് വേണ്ടി എന്താണ് ഇസ്ലാം വെച്ചിരിക്കുന്ന പാപം പറഞ്ഞു. പാപം എന്ന് പറയുന്നത് നന്മക്ക് വിരുദ്ധമായിട്ടുള്ളത് എന്തോ അതൊക്കെയും പാപമാണ്. അപ്പൊ എന്താണ് നന്മയ്ക്ക് വിരുദ്ധമായി ഇസ്ലാം കണ്ടിട്ടുള്ള പാപങ്ങൾ എന്തൊക്കെയാ? അതങ്ങനെ എണ്ണി പറയാ ചെയ്യാ. അതായത് ആ സന്ദർഭം അറിയാവുന്ന കാര്യങ്ങളൊക്കെ സന്ദർഭത്തിനനുസരിച്ച് വേണ്ട, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒരു ജീവിതത്തിൽ എന്തൊക്കെയാലും അല്ല, ഈ പ്രകൃതി വിരുദ്ധമായ, മാനവ വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള എന്തും പാപം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പൊ ഈ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണോ അല്ലയോ?
അത് ഉറപ്പാണ്, പാപാണ്. പാപമാണ്. അതിപ്പോ മുഹമ്മദ് പാവിയാണോ? അല്ല അല്ല. അല്ല മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ എത്തുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. ഞാൻ താങ്കളോട് ചോദിച്ചു, ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പാപമാണോ എന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു പാപമാണെന്ന് പറഞ്ഞു. മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ മുഹമ്മദ് പാപിയാണ്, മഹാപാപിയാണെന്ന് താങ്കളും അംഗീകരിച്ചു. ഇനി ഒന്ന് പറയട്ടെ, ഈ അതൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങളെ പറഞ്ഞ നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രമാണം എടുത്തു വരും. ഞാൻ പറയാം, ഈ പ്രമാണമല്ലാതെ ഞാൻ പിന്നെ എന്നാ കൊണ്ടുവരാനാ? എന്റെ ഇരിക്കുന്ന പ്രമാണമാണ് ഏതെങ്കിലും പ്രമാണമല്ല, നിങ്ങളുടെ പ്രമാണം കൊണ്ടുവരും. ഈ പ്രവാചകന്മാരിൽ നിന്ന് സാധാ മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ വ്യത്യസ്തരാക്കുന്ന എന്താ അറിയോ? എന്റെ പൊന്നെ അങ്ങാതി, വേറൊരു കാര്യമാണ് ഞാൻ പറയട്ടെ. അല്ല, സാധാ മനുഷ്യരിൽ നിന്ന് നമ്മിൽ നിന്നൊക്കെ പ്രവാചകന്മാരെ വ്യത്യസ്തരാക്കുന്ന എന്താണെന്നറിയോ? എന്താണ് വെച്ചാൽ എല്ലാവരും പ്രവാചകന്മാരാവില്ലേ? പ്രവാചകന്മാർക്ക് വ്യതിരിക്തത എന്താ? സാധാ മനുഷ്യരിൽ നിന്നും, അവർ മനുഷ്യരാണ്, പക്ഷെ മനുഷ്യരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? എന്താണ് നിങ്ങൾ പറയും? എന്താണ് പറയൂ. അപ്പൊ അത് ആ ഒരു വ്യതിരിക്തത മനസ്സിലാക്കാതെ ഇപ്പൊ ഞാനും നിങ്ങളും പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞനുസരിച്ച് പ്രവാചകൻ എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്മാരെ പോലെയാണെന്നുള്ളതാണ്. അതായത് ആ ഒരു ഇതിലേക്ക് എത്തി. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി തന്നാ മതി. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. മുഹമ്മദ് താങ്കൾ തന്നെ പറഞ്ഞു, ഭാര്യ അല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. മുഹമ്മദ് അത് ചെയ്തിട്ടുണ്ട്. അന്നേരം മുഹമ്മദ് പാപിയാണ്. അല്ല, ഇനി നിങ്ങളെ ഈ ചോദ്യത്തിന് ഡയറക്റ്റ് വരണമെങ്കിൽ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാവണം. പ്രവാചകന്മാരും വ്യത്യാസം എന്ത് വ്യത്യാസം? ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാപമല്ലേ? പ്രവാചകന്മാരും മനുഷ്യരും അല്ല, അത് പാപമാണ്. പക്ഷെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്ഥാപിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, പ്രവാചകന്മാരും സാധാ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രവാചകന്മാർക്ക് പിന്നെ ദൈവങ്ങൾ തെരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാർ. ഈ തെരഞ്ഞെടുക്കാനുള്ള അവരുടെ മാനദണ്ഡം എന്താ? അത് എന്തുകൊണ്ടാണ് അവരെ പിന്നെ പാപ സുരക്ഷിതരായിട്ട് തെരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ്? അല്ലല്ല, എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. മുഹമ്മദ് ചെയ്തത് പാപമാണോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, പ്രവാചകന്മാർക്ക് സാധാ മനുഷ്യരിൽ നിന്ന് ഇല്ലാത്ത സവിശേഷതകളുണ്ട്. നിങ്ങൾ അംഗീകരിക്കുവോ? അല്ല, ഞാൻ ചോദിച്ചത് അത് നമുക്ക് അടുത്ത വിഷയമാണ്. എന്റെ വിഷയം ഇത്രേ ഉള്ളൂ. മുഹമ്മദ് ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അടുത്ത വിഷയത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഇതൊന്നും തീരട്ടെ, ഇത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്തത് നമ്മളപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് മുഹമ്മദ് പാപം ചെയ്തതാണോ അല്ലയോ എന്ന് പറയൂ. അതാണ് ചോദിക്കുന്നത്. പ്രവാചകൻ ഈ മുഹമ്മദ് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാർക്കും സാധാ മനുഷ്യരിൽ നിന്നും പ്രവാചകന്മാരെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താ നിങ്ങൾക്കറിയോ? എന്താണ്? പാപം. ഇതേപോലെ ഭാര്യ അല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതാണ് വ്യത്യസ്തമായിട്ടുള്ള ഘടകം. ശരിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കിയ അതാണ്. ഞങ്ങൾ മനസ്സിലാക്കിയതല്ല, നിങ്ങളുടെ വാക്കിൽ നിന്ന് മനസ്സിലായതാണ്. ഇതിൽ ഞങ്ങളുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയതല്ല, നിങ്ങൾ പറയണ്ടേ എല്ലാവരും. അയ്യോ, മുഹമ്മദ് ഭാര്യ അല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതൻ തന്നെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ വാക്കും അയാളുടെ വാക്കും അനുസരിച്ച് മുഹമ്മദ് വെറും പാപിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ബോധ്യം ചോദിച്ചത്. ഇവർ പറഞ്ഞൊക്കെ വിടി. നിങ്ങൾ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞു. അല്ല, എന്റെ ബോധ്യത്തിൽ നിന്നല്ല, എല്ലാവർക്കും അറിയാം ഭാര്യ അല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പാപമാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ മുഹമ്മദ് ചെയ്തു, അവൻ മഹാപാപിയാണെന്നേ. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ പ്രവാചകന്മാർ, മുഹമ്മദ് മാത്രമല്ല, ഈസാ നബി ആയാലും മൂസാ നബി ആയാലും മോശസ് ആയാലും യേശു പ്രവാചകനായാലും ഒക്കെ. ഞാൻ ഒരു കാര്യം പറയാം. ഖുറാന്റെ അകത്തുള്ള ആ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ആ ഖുറാന്റെ അകത്തുള്ളവർക്ക് കഴിവുകേടും ഗതികേടും ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള പുസ്തകത്തിലെ ആൾക്കാരെ ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ വർത്താനം പറഞ്ഞോണ്ട് വരരുത്. നീ മുഹമ്മദിന്റെ കാര്യം പറഞ്ഞു. മുഹമ്മദ് എന്ന് പറയുന്ന ആള് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ വിശ്വസിക്കുന്ന ഖുറാൻ അനുസരിച്ച് നിങ്ങളുടെയും എന്റെയൊക്കെ ദൈവം ഒന്നാണ്. പിന്നെ മനുഷ്യന്മാർ തമ്മിൽ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. ആരപ്പോ മുഹമ്മദ് ഭാര്യ അല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പാപമാണോ? നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. ഞാൻ ഇത് മുഹമ്മദ് പാപിയാണെന്നുള്ളത് മുഹമ്മദ് പാപിയാണെന്നുള്ളത് ഈ ഈസാ നബി അടക്കം മൂസാ നബി അടക്കം ഈ പ്രവാചകന്മാരുടെ വ്യത്യാസം എന്താണ് സാധാ മനുഷ്യരിൽ നിന്നും? കാരണം അവരെക്കാളും വെറും മോശമായിരുന്നു മുഹമ്മദ്. കാരണം ഇയാൾ പാപം ചെയ്തിട്ടുണ്ട്, ഭാര്യ അല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പാപം ചെയ്തു. നിങ്ങൾക്ക് ഇപ്പൊ മുഹമ്മദ് നബിന് മാത്രമാണോ വിഷയം? ഞങ്ങളിപ്പോ പുള്ളി മാത്രം, കാരണം ഈ പുള്ളിയാണല്ലോ ലോകത്ത് അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിയെഴുന്നേറ്റ് വന്നത്. ആ പുള്ളി തന്നെയാണ് മഹാഭാവി എന്നുള്ളതാണ് വിഷയം.
ഈ പ്രവാചകൻ മുഹമ്മദ് അന്ത്യപ്രവാചകൻ എന്നുള്ളൂ, അവസാനത്തെ നബിയാണ്. അതല്ലാതെ അതിന് മുമ്പുള്ള ഒടുക്കത്തെ നബിയാണ്, ശരിയാണ്. ഒടുക്കത്തെ ഇനി ഒരു ഒടുക്കത്തെ വരാനില്ല. ഇനി ഒടുക്കത്തായിട്ട് ഇനി ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ഒടുക്കത്തെ നബി എന്ന് പറയുന്ന ആള് ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പുള്ളി ഭാവിയല്ലേ? അപ്പൊ അതാണ് പറയുന്നത്, നിങ്ങൾ ഈ കറങ്ങുന്നത് നേരത്തെ ഈ കലം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണിത്. നിങ്ങൾക്കത് ഈ മുഹമ്മദ് അത് ശരിയാണ്, കലം കഴുകിക്കൊണ്ടിരുന്ന പെണ്ണിനെ വരെ വേറെ ഒരു പെണ്ണിനെ കണ്ടപ്പോ കാമം തോന്നി വിളിച്ചുകൊണ്ടു. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ ഈ വിഷയം ഇതാണ്. ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഭാര്യയില്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതെന്ന് പറയുന്നത് പാപമാണെന്ന് താങ്കൾ പറഞ്ഞു. അതിപ്പോ മുഹമ്മദ് പാപിയല്ലേ? അല്ല, ഇതിപ്പോ പണ്ടൊരാള് ചോദിച്ച പോലെയാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്. അതായത് പണ്ടൊരാൾ എന്ത് ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല, അത് താങ്കൾക്ക് അറിയത്തില്ല. എന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് ഭാര്യയല്ലാത്ത സ്ത്രീമായിട്ട് ശാസ്ത്രം സത്യമാണ്. അതിപ്പോ ഈ മുഹമ്മദ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് സത്യമാണോ? അടുത്തത് അശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ശാസ്ത്രമാണെന്ന് തെളിയിക്കും, എന്നിട്ട് അത് സത്യമാണെന്ന് തെളിയിക്കും. മുഹമ്മദ് ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഉപ്പുമാങ്ങാന്ന് പറഞ്ഞാൽ അപ്പുമാവെന്നല്ല കേൾക്കണ്ടത്. മുഹമ്മദ് ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് പാപിയല്ലേ? നിങ്ങളെ ആ വിഷയം മാറേണ്ട കാര്യമില്ല. ഇതിന് മറുപടി അങ്ങോട്ട്, ഇതിന്റെ സംഭവം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് സെന്റിമീറ്റർ എന്നല്ല, നമ്മൾ കിലോമീറ്റർ തന്നെ മാറി നിൽക്കാം, ഒരു കുഴപ്പമില്ല. മുഹമ്മദ് പാപിയാണെന്നുള്ള കാര്യം ഉറപ്പായില്ല. കാരണം ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് മുഹമ്മദ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ശരിയല്ല? അന്നേരം ഇപ്പൊ പാപിയല്ലേ? ഈ ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് ആവർത്തിക്കാനുള്ളൂ. ഞാൻ ചോദിച്ചത് ഇതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. പ്രവാചകന്മാരെ സാധാ മനുഷ്യരിൽ നിന്നും നമ്മെപ്പോലുള്ള സാധാരണക്കാരിൽ നിന്നും പ്രവാചകനെ വ്യത്യസ്തമാക്കുന്ന ഘടകം അത് പറയുമ്പോൾ വ്യത്യസ്തനാക്കിയല്ലേ? അപ്പൊ നിങ്ങൾ അതേ പറയണേ, നിങ്ങളുടെ എന്താ പറയാ, ഈ വിഷയത്തിലുള്ള ഏറ്റവും വലിയ മൂലധനം അജ്ഞതയാണ്. ഈ അജ്ഞതയല്ല, ഈ മഹാവ്യഭിചാരിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ മൂലധനം. കാരണം മുഹമ്മദ് വ്യഭിചാരിയാണെന്ന് പറയുന്നത് അല്ല, കമന്റ് ബോക്സ് കടന്ന് വരകണ കണ്ടില്ലേ? നിങ്ങളൊക്കെ കമന്റ് ബോക്സ് ഞാൻ നോക്കാറില്ല, ഞാൻ താങ്കളെ തന്നെ ശ്രദ്ധിക്കാറുള്ളൂ. എനിക്ക് കമന്റ് ബോക്സിലൊക്കെ നോക്കണ്ട. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, മുഹമ്മദ് വ്യഭിചാരിയാണോ? വ്യഭിചാരം ചെയ്തോ? അപ്പൊ നിങ്ങൾ ഈ ചോദ്യത്തിൽ നിന്ന് അവിടെ എത്തി. അതായത് ഒരു പാവം പോലും ചെയ്തിട്ടില്ല, ഒരു പാപമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല എന്നതിൽ നിന്ന് നിങ്ങൾ ഇതിലേക്ക് എത്തി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല. അതായത് പ്രവാചകന്മാരും സാധാ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സാധാ മനുഷ്യരും ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോ. സാധാ മനുഷ്യരും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സാധാ മനുഷ്യരെന്ന് പറയുന്നത് ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയല്ല. കാരണം എന്ന് വെച്ചാൽ അത് പാപമാണെന്ന് സാധാ മനുഷ്യർക്ക് അറിയാം. എന്നാൽ മുഹമ്മദ് എന്ന് പറയുന്ന നിക്ക് ഞാൻ പറയുക, താങ്കൾ എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞു. എന്നാൽ മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രവാചകൻ ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ഓക്കെ അല്ലേ? അപ്പൊ അതേ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഇപ്പൊ ഈ വിഷയട്ടപ്പ ഞാൻ അന്തം വിട്ടു. ഏത് ഈ കുന്തം പിഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മുഹമ്മദ് മഹാപാവിയാണെന്ന് ഞാൻ പറയല്ല, അതേ കേട്ടോ. അല്ല, ഒരുപാട് കാതലായ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നെറിപ്പോടുകളുണ്ട്. എന്നിട്ടൊക്കെ നിങ്ങളെ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രവാചകന്റെ കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾ തുടങ്ങുന്ന വിഷയം, അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. വൃത്തിയേട്ടൻ, ഭാര്യയല്ലാത്ത സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങളിപ്പോ അതാണ് നിങ്ങളെ പ്രശ്നം. ഹഫ്സയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ഞാനായിരുന്നു ഒറ്റ ആട്ടോട് ആട്ടിയാണ്. കുഞ്ഞെ ഇപ്പം മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെയൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാര് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്. ഭാര്യ ഇല്ലാത്ത സമയത്ത് അവിടെ ഉള്ള ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിലേറാം. നിങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ മുഹമ്മദ് പാപിയാണെന്നേ. നിങ്ങളെ ആലോചിക്കുമ്പോ ശരിയാണ്. അനക്ക് ഇങ്ങനെ അടിമസ്ത്രീയെ കിട്ടാത്തതിന്റെ സങ്കടവും സഹതാപവും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ എത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, ഒരു മിനിറ്റ് ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ഛർദിക്കുന്ന വിഷയം, നിങ്ങൾ ഈ മാലിന്യങ്ങള് ഇതിങ്ങനെ കേട്ട് ചിരിക്കാനും
കൈ കൊട്ടാൻ ആളുകൾ സഹതാപം എന്ന് ഈ മാലിന്യം ഞാൻ ഒരു കാര്യം പറയാം, മാലിന്യം ഇനി ഉസ്താക്കന്മാര് പറഞ്ഞ മാലിന്യം കേൾക്കണോ? ഞാൻ വെറുതെ വോയിസിൽ ഇടിപ്പിക്കരുത്. അല്ല, ഞങ്ങൾ ഈ നിന്ന് ഒരു മിനിറ്റ്, ഞങ്ങൾ ഈ ഓവർ ടൈം പണിയെടുക്കുന്നതിന് ഒരു മിനിറ്റ് കുഞ്ഞെ ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ ഈ ഓവർ ടൈം പണിയെടുക്കുന്നതിന് മുൻകീറിന്റെ നക്കീറിന്റെ അടി മേടിക്കാൻ പറ്റത്തില്ല. കാരണം മുഹമ്മദ് ഇപ്പൊ കുഴി കിടന്ന് നല്ല രീതിയിൽ ചെണ്ട പൊട്ടുന്ന നമുക്ക് അടി മേടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അടി മേടിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കുഞ്ഞിനോട് പറയാണ്, മുഹമ്മദ് ഇപ്പൊ മഹാഭാവി ആയതുകൊണ്ടാണല്ലോ കുഴി കിടന്ന് അടി മേടിക്കുന്നത്. ഭാവിയാണെന്ന് തെളിയിക്കുകയാണ്. കാരണം താങ്കളോട് ഞാൻ ചോദിച്ചു, ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണോ എന്ന് ചോദിച്ചപ്പോ താങ്കൾ അതേന്ന് പറഞ്ഞു. ഞാനത് കേൾപ്പിക്കുക, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഹാരിസ് മദനി എന്ന് പറയുന്ന ഉസ്താദും ഒരു മുജാഹിദിന്റെ ഉസ്താദൂടെ ചേർന്ന് നിന്നോട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മുഹമ്മദ് പാപിയാണ്, മഹാപാപിയാണെന്ന് തെളിയിച്ചത്. ഹാരിസ് മദനി മുജാഹിദിന്റെ ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അവർ പറഞ്ഞതൊക്കെ അതോ നിങ്ങൾക്ക് വേണ്ടത് മാത്രം വിശ്വസിക്കും? അന്നാ ഒരു കാര്യം ചെയ്യ, 66-ന്റെ 1 ആയത്തിറങ്ങാനുള്ള സാഹചര്യം അങ്ങ് പറഞ്ഞേരി. അന്നാ ശരി, ഉസ്താദിനെയൊക്കെ അങ്ങ് കളഞ്ഞേര്. ഉസ്താദിനെയൊക്കെ കളഞ്ഞിട്ട് 66-ന്റെ ഖുർആൻ 66-ന്റെ 1 ആധികാരികമായിട്ട് എടുക്കുന്നേ. എടുത്തിട്ട് കള്ളപ്പാപ്പി പറഞ്ഞേ, കള്ളപ്പാപ്പി ഞാൻ പറയുന്ന കേക്ക്. ഈ 66-ന്റെ ഖുർആൻ 66-ന്റെ 1 ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താ? അല്ല, നിങ്ങളിപ്പോ പറഞ്ഞു ഈ മുജാഹിദ് പണ്ഡിതന്റേതാണ് നിങ്ങൾ എടുക്കുന്നത്, അത് ആധികാരികമായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നു. അപ്പൊ ആധികാരികമായിട്ട് ഞാൻ പരിഗണിച്ചില്ല. അവര് പറഞ്ഞ സാധനം കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ സാധാരണ കള്ളുകൂടിയ എമ്മക്കറിനെ പോലെ സ്വഭാവം കാണിക്കരുത്. എനിക്ക് മൈക്ക് മ്യൂട്ട് ചെയ്താ ഞാൻ സംസാരിക്കരുത്. അല്ല മൈക്ക് മ്യൂട്ട് ചെയ്ത ഈ കള്ളുകൂടിയ എമ്മക്കറിനെ പോലെ ഇവിടെ വന്ന് സംസാരിക്കുക. അടിച്ചു പൂക്കുറ്റിയായത് അടിച്ചു പൂക്കുറ്റിയായിട്ട് നടക്കുന്ന എമ്മക്കറിനെ പോലെ ഇവിടെ വന്ന് സംസാരിക്കരുത്. ഞാൻ ഈ പുള്ളി ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോണ്ടിരുന്ന ഞാൻ സംസാരിക്കാം. ഞാൻ പറയുന്നത് അക്ബർ കള്ളു കുടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കുന്നവർക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എന്തുവാ ഇവരെന്താണ് ഇത്? മുഹമ്മദിനെക്കാളും ബാധയാണോ ഇതിന്? മൈക്ക് മ്യൂട്ട് ഞാൻ സംസാരിക്കട്ടെ, ഞാൻ പറയുന്നു മറുപടി പറയാന്നേ. ഒരു കല്ലെടുത്ത് കൈ ഈ 66-ന്റെ 1 എന്തിനാന്ന് ചോദിക്കുമ്പോ അതിട്ട് സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്നവരോട് പറയാണ്, വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ തമ്മിൽ തെറ്റല്ലേ ഇത്. ഈ കാക്കാമാർക്ക് വായിക്കാന്നുണ്ടെങ്കിൽ അവന്മാർക്ക് വന്ന് സംസാരിച്ചാ പോരെ. ഞാൻ പറയുന്നു മുഹമ്മദിന്റെ ഈ ഹാരിസ് മദനിയും ഈ മുജാഹിദ് എന്റെ കൂട്ടത്തിലുള്ളവനും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ. അവരെ നിങ്ങൾ പണ്ഡിതന്മാരായിട്ട് കാണുന്നുണ്ടല്ലോ. ഖുറാന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പണ്ഡിതന്മാർക്ക് പ്രത്യേക പദവി ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പൊക്കോട്ടെ. ഇനി അവരെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കാലുമടക്കി അടക്കി 2 എണ്ണത്തിനെ ഓടിച്ചുവിടും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ന്യൂനതകളെ മറച്ചു വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ 2 അവന്മാരുടെയും തലയ്ക്ക് തുണി ഇട്ട് നമുക്ക് അവരെ ഓടിച്ചുവിടാം. എന്റെ ചോദ്യം, ഈ 66-ന്റെ 1 ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്നൊന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തീർന്നില്ലേ? വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ കയറി ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മുഹമ്മദ് പാവി എന്നല്ല മഹാഭാവിയാണെന്നുള്ളത് തെളിയിച്ചു തരാം കേട്ടോ. അതിന് വലിയ ഇതൊന്നും വേണ്ട, വലിയ പഠിപ്പീരിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഖുറാന്റെ അകത്തൊന്നും ഹദീസിന്റെ അകത്തൊന്നും ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. ഈ 66-ന്റെ 1 ഇറങ്ങുന്നതിന് മുമ്പ് 47-ന്റെ 19 പറയുന്നുണ്ട്, നിന്റെ പാപത്തിൽ നീ പാപമോചനം തേടുക സത്യവിശ്വാസികൾക്ക് വേണ്ടിയും. അല്ല KP, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വിഷയത്തിലെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് പാപം ചെയ്തിട്ടില്ല എന്നിട്ട് പിന്നെ ഇതിനെ 47-ന്റെ 19 വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നിന്റെ പാപത്തിന് പാപമോചനം തേടാനെന്ന്. ഈ മുഹമ്മദ് ഖുറാന്റെ അകത്ത് അള്ളാഹു പറയുന്ന അള്ളാഹു മലക്കോഴിയെ പറയുന്നുണ്ട് നമ്മുടെ പ്രവാചകന് ഭ്രാന്തില്ലാന്ന്. ബുഖാരിക്കകത്താണെങ്കിൽ കുത്തിയിരുന്ന് പുള്ളി പറയാ ഭ്രാന്തിൽ നിന്ന് എനിക്ക് രക്ഷ തരണേന്ന്. അപ്പൊ അള്ളാഹുവിന്റെ വാക്കിന് ഈ പുള്ളി ഒരു വിലയും കൊടുത്തിട്ടില്ലേ? എന്നോട് എന്റെ ദൈവം പറയടാ നിനക്ക് പനിയില്ല, പിന്നെ ഞാൻ പനി മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ദൈവത്തിനെ നിന്ദിക്കുന്നതിന് തുല്യമല്ലേ? ആ പുള്ളിയോട് ഖുറാന്റെ അകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവാചകന് ഭ്രാന്തില്ല. മുഹമ്മദ് അത് കേട്ട ഭാവില്ല. പുള്ളി എന്ത് ചെയ്തു? അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് പറയാണ് എന്നെ ഭ്രാന്തിൽ നിന്ന് എനിക്ക് രക്ഷ തരണേന്ന്. പിന്നെ ആനപ്പനിയിൽ നിന്ന് രക്ഷ. ഇതെന്താ ഈ ആനപ്പനി? അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത്, മനസ്സിലായോ? അതുകൊണ്ട് KPയോട് പറയാണ് കണ്ടമ്പഴി പൊക്കോന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ KPയുടെ ഫുൾ ഫോം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടമ്പഴി പായേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അവന് പേരിട്ടിരിക്കുക കണ്ടമ്പഴി പായാൽ. വിട്ടുപോകും. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പാപം അങ്ങനെ അതല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് പാപത്തെ അവര് ഡെഫൈൻ ചെയ്തിരിക്കുന്നത്
ഒന്ന് അതെന്താണ്, ഇപ്പം നമ്മളൊരാളെ കൊന്നു കഴിഞ്ഞാൽ അത് പാവമാണല്ലോ. ഇത് പ്രവാചകൻ മുഹമ്മദ് ചെയ്താൽ അത് പാവമല്ല. വ്യഭിചാരം നമ്മൾ ചെയ്താൽ പാവ, അതായത് KP ചെയ്താൽ പാവ, ഞാൻ ചെയ്താൽ പാവ. പക്ഷെ മുഹമ്മദ് ചെയ്താൽ കുഴപ്പമില്ല. അത് തന്നെയാണ് മറ്റേ അതല്ല വീട്ടിൽ നിന്ന് 130 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ KPക്ക് പച്ച വ്യഭിചാരം ചെയ്യാം. അജീഷ് ബ്രദർ, അതല്ല ഞാൻ പറയട്ടെ, അല്ല ഞാനൊരു കോമൺ ആയിട്ടൊന്ന് പറഞ്ഞു, ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞുള്ളൂ. നമ്മുടെ ഒരു സംസ്കാരം വെച്ചേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ല ഇസ്ലാമിന്റെ ഇത് വെച്ചല്ല, പാപമാണ്. അപ്പോ ഇത് തന്നെയാണ് വേറൊരർത്ഥത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, നബി 1000 പേരുടെ കഴുത്തറുത്താൽ അത് കാരുണ്യമാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നബി ഒരാളുമായിട്ട് വ്യഭിചരിച്ചാൽ അത് പാപമല്ല. നബി ഇന്ന് രാത്രി എന്താന്ന് പറഞ്ഞാൽ ഒരു 2 കിലോ പന്നിയിറച്ചി മേടിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ചോഞ്ചാന്റെ റൂമിൽ ഞാൻ മുഹമ്മദ് താഹിർ കുതിരക്കാരൻ മോളിൽ കയറിയിരിക്കുന്നുണ്ട്. എന്ത് പറ്റിയാന്ന് ഒരു പിടുത്തവും ഇല്ല. നിങ്ങൾ കണ്ടല്ലേ? ഞാനത് കണ്ടു. അതാ മുനീറിനും നക്കീറിനും അടിയെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി കണ്ടംപിടി ഇറങ്ങി ഓടി. അല്ല ഇരിക്കട്ടെ, അജീഷ് ബ്രദറെ പുള്ളിയെ മേളിലേക്ക് പിടിച്ചിരുത്തിയല്ല. ഞാൻ എന്താ KP ആയിട്ട് സംസാരിക്കുമ്പോ ഒരു ഹാൻഡ് റൈസ് ഉണ്ട്. ആര് നോക്കുമ്പോ മുഹമ്മദ് താഹിർ ഇന്ന് കാക്കുമാനെന്ന് പറക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുൻകീറും നക്കീറും എടുത്തിട്ട് അടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് താഹിർ കണ്ടംപിടി ഓടി കേട്ടോ. അതോടി താഹിറിന്റെ ഇടപാട് തീർന്നു. പറഞ്ഞോ. അല്ലെന്നേ ഈ KP പുള്ളി പറയുന്നില്ല പ്രവാചകന്മാർക്ക് വേറെ വ്യത്യാസം ഉണ്ടെന്ന്. എന്ത് വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് രണ്ടാമത്തെ കേസ് പറഞ്ഞെങ്കിൽ ഇയാള് പറഞ്ഞു എന്താണ് കമ്മ്യൂണിസം പോലെ ഒരു ഐഡിയോളജിയാണ് എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലോക തെറ്റാണത്. ലോക തെറ്റല്ലേ അത്? തെറ്റല്ലേ അത്? ഐഡിയോളജി അല്ലല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞെങ്കിൽ. രണ്ടിടത്തും ദൈവമില്ല, ഇവിടെയും ദൈവമില്ല, അവിടെയും ദൈവമില്ല, ദൈവമില്ല, ഒക്കെ പരിപാടി കഴിഞ്ഞു. അല്ല ബ്രദറെ, അതല്ലേ ഈ കമ്മ്യൂണിസവും ലിബറലിസവും ഒക്കെ വന്നേക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മൂല്യ സങ്കല്പങ്ങളിൽ നിന്ന് ഡെറിവേറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് ഈ കമ്മ്യൂണിസം. അതല്ല കുര്യൻ ബ്രദർ, അങ്ങനല്ല. ഈ കമ്മ്യൂണിസത്തിനും ഇസ്ലാമിനും ഒരു വലിയ ബന്ധമുണ്ട്. എന്നാ പറഞ്ഞാല് ഈ കമ്മ്യൂണിസം ആദ്യം എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് ആകർഷിക്കും, പിന്നീട് ഇത് എക്സ്പോസ്ഡ് ആവുമ്പോൾ അതിനെ എല്ലാവരും വിട്ടുപോകും. ഇതിന് ഈ രണ്ടെണ്ണത്തിനുള്ള ഒരു പരിപാടിയാ. നിങ്ങൾ ഇത് അങ്ങനെയല്ലേ? ഇത് കമ്മ്യൂണിസത്തിനെ ഇസ്ലാമുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതായത് കമ്മ്യൂണിസം എവിടെ കിടക്കുന്നു, ഇസ്ലാം എവിടെ കിടക്കുന്നു, നമ്മളൊന്ന് അത് ആലോചിക്കണം. കാര്യം ഇവന്മാര് ഇതിന്റെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണ് ഇവന്മാര് നടത്തുന്നത്. ശരിക്കും പറഞ്ഞാല് സഹോദരന്മാരെ, ഇതെല്ലാം പുള്ളി ആവേശികമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ അതെ പിടിക്കണ്ട. ഇതെല്ലാം പുള്ളി ആവേശികമായിട്ട് പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞത് മൊത്തം ആവേശികമാണ്. പുള്ളി പറഞ്ഞത് എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും തേങ്ങ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഒരു സുഖം, ഒരു മനസ്സുഖം ഉണ്ടായി. മുഹമ്മദിന്റെ കുഴിയിൽ 2 അടി കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുള്ളൊരു സുഖം ഉണ്ടായി, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ആവേശിക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. മറ്റേ സന്ദേശത്തിലെ മറ്റേ ക്ലാസ് പോലെ തോന്നി. നമ്മളൊക്കെ ഉത്തമന്റെ ആ ഒരു നിലവാരത്തിലുള്ള ആൾക്കാരാ. ഇക്കണ്ട കാലം അത്ര ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടു. മറ്റേ താത്വികാവലോകനം. ഇന്നത്തെ ചർച്ച ഇന്ത്യയിൽ കുഞ്ഞാടുകൾ ബോംബാക്രമണം, ഡ്രോൺ ഉപയോഗിച്ചു, പിന്നിൽ കേരളത്തിലെ കുഞ്ഞാടുകൾ എന്ന് പാവപ്പെട്ട മനുഷ്യരുടെ കഴുത്തിന് കത്തി വെച്ച് പശുവിനെ തിന്നുന്നോടാന്ന് ചോദിച്ച ഉടായിപ്പുകള് കൊള്ളാലോ. അതെ, ഹിന്ദുത്വ വിഷയം എടുക്കാൻ ഇങ്ങോട്ട് വരരുതേ, വിട്ടുപോക്കോ, അതാണ് നല്ലത്. നീ നിന്റെ പാട് നോക്കി അടുത്ത പഞ്ചായത്തും അടുത്ത പറമ്പും കഴിഞ്ഞ് പൊക്കോ. ഇപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ ഹിന്ദുത്വ വിഷയം എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. വെറുതെ പണി മേടിച്ച് കൂട്ടണ്ട വിട്ടോ. അല്ല, ഇതിന്റെ ഇടയിൽ ഒരു BJP ഇറങ്ങി നടക്കുന്നുണ്ട് എല്ലാ റൂമിലും. ക്രിസ്ത്യൻ ഈ അവൻ നിർബന്ധിച്ച നമ്മള് അവനിപ്പോ കേറി അടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റുന്ന ബ്രദറെ? അവനിപ്പോ മുട്ടി നിൽക്കുക, ഞങ്ങൾ ഹിന്ദുത്വ വിഷയം എടുക്കാം. ആർക്കാ മുട്ടിയിരിക്കുന്നത്? പേര് ശ്രീ. ഓ, അപ്പം പണ്ട് അടി മേടിച്ച് ഓടിയവനാ. ഇനി എന്തിനാ ഇവിടെ ഇട്ടുകൊണ്ട് ഓടിക്കുന്നത്? ഓടാൻ പറ. ഇടയ്ക്ക് ഇതുപോലെ മാളത്തെയും തല പൊക്കുമ്പോൾ അടിച്ച് പിന്നെ മാളത്തിലേക്ക് കയറ്റിയേക്കാം.
ശരി. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. അതായത് കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ സമയം കഴിഞ്ഞു. കണ്ടത് ഒരു ഇവിടത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. അത് പറ്റില്ല. എന്റെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീളമാണ്, ആവേശികമാണ്. ഒരു എബോ ആവറേജ്. എനിക്ക് തോന്നുന്നതല്ലല്ലോ നിങ്ങൾക്ക് തോന്നുന്നേ, നിങ്ങൾക്ക് തോന്നുന്നതല്ല എനിക്കും തോന്നണമെന്നില്ലല്ലോ. ഞാൻ കാണുന്നതല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കാണുന്നതല്ല ഞാൻ കാണുന്നത്. ഇതല്ലേ സംഭവം? അതന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു എബോ ആവറേജ് മുസ്ലിമിനെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്, ഇവിടെ കേട്ടത്. അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം അയാളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പറയാൻ പറ്റാതെ ഇവിടെ കിടന്ന് മെഴുകി എയറിൽ വാക്കും അടിച്ച മാതിരിയായി പോയി. അല്ലെങ്കിൽ ഈ കടലിലൊക്കെ നമ്മൾ ഒരു 10-20 മീറ്റർ അല്ലെങ്കിൽ 10-30 മീറ്റർ ഒക്കെ താഴേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ കല്ല് പിടിച്ച ഒരു അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥയിലായിപ്പോയി അങ്ങനെ. അയ്യോ, ഇതാണ് ശരാശരി മുസ്ലിം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരിലേക്കും ഒന്ന് അജീഷ് ബദറെ താങ്ക്സ്. കുടിത്തോട്ടം മാസ്റ്റർ ഉണ്ട്. നമുക്ക് എല്ലാവരിലേക്കും ഒന്ന് പോയിട്ട് വന്നാലോ? ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ എല്ലാവരും ഓരോ മിനിറ്റ് എടുത്ത് ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നാലോ? വിഷയം മാറ്റണ്ട, പാപം തന്നെ ഇരിക്കട്ടെ, ഇസ്ലാമിലെ പാപം. മൈക്ക് എടുത്തോളൂ സഹോദരങ്ങളെ, മൈക്ക് എടുത്തോളൂ. ജിബോർ ബ്രദറെ, ഞാൻ പറയുന്നത് കേൾക്കാൻ സംസാരിക്കുന്നില്ലേ? കൊടുത്തോട്ടം പാസ്റ്റർ, അജീഷ് ബ്രദറെ, എല്ലാവർക്കും 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 US ട്രിപ്പ് കഴിഞ്ഞാ? കഴിഞ്ഞ് ഇന്നത്തെ 2 ദിവസമായി. ഓക്കെ ഓക്കെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ യൂട്യൂബും നിങ്ങളുടെ ത്രെഡൊക്കെ ഇടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. ന്യൂക്ലിയർ കലക്കി. സംസാരിക്കേ, ഞാൻ കേക്കാം. എന്തോ കാര്യമായിട്ട് കഴിക്കുവാണല്ലോ. US തേങ്ങ കിട്ടുന്നില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴേ തേങ്ങ കിട്ടി. തേങ്ങ ചവയ്ക്കുക. തേങ്ങ ഇന്ന് വീട്ടിലെ തേങ്ങ തീരും. കൊടുത്തോട്ട ഭാഷ കേൾക്കുന്നുണ്ടോ? അല്ല, കുന്നുംചെരുവിലെ ഈന്തപ്പനയുടെ ഈന്തപ്പഴം